പേജ് ഭാഗം 5. രചനാ സംഭാഷണം. രുദ്രപ്രിയ. അകത്തേക്ക് കയറി വരുന്ന അച്ഛൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അരവിന്ദന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അനിതയ്ക്ക് മനസ്സിലായി. എന്തായി കരുണേട്ടാ? അരവിന്ദൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? നമ്മുടെ മകളുടെ വളർത്തുദോഷത്തെക്കുറിച്ച് പറഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലാത്ത പെങ്കൊച്ചാണ്. അതിൻ്റെ ഒരു ആവശ്യത്തിന് അവൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിനക്കെന്താ? നിൻ്റെയും കുഞ്ഞിൻ്റെയും എന്തെങ്കിലും കാര്യത്തിൽ അവൻ കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ വീട്ടിലുള്ളവർക്ക് അല്പം സമാധാനം കൊടുത്താൽ നിനക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇവക്കും സമാധാനമില്ലായിരുന്നു. കെട്ടിക്കയറി ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിനും മനസമാധാനമില്ല. നിവൃത്തിയില്ലാതെ കരുണാകരൻ പറഞ്ഞു. ഓ, അച്ഛനും അമ്മയ്ക്കും ഞാനിപ്പോൾ സമാധാനക്കേടാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ വരണം. നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ ഞാൻ ഓർക്കണമായിരുന്നു എനിക്കിതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന്. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അനിതയുടെ ഒച്ച ഇടറിപ്പോയി. എന്തൊക്കെയാണ് അനി വിളിച്ച് പറയുന്നേ? അച്ഛൻ അതിന് നിന്നെ എന്തു പറഞ്ഞെന്നാണ്? വിവാഹം കഴിഞ്ഞിട്ട് വർഷം 3 ഇതിനിടെ എത്ര തവണ നീ ഇതുപോലെ കെട്ടിക്കയറി വന്നിട്ടുണ്ട്. അതും സന്തോഷത്തോടു കൂടി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ഇത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ആ ചെറുക്കൻ്റെ മനസമാധാനം കളഞ്ഞ് നിറച്ചിട്ടിങ്ങി പോരും. അവൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ മോള് പഠിക്കുമായിരുന്നു. പിന്നെ അല്പം മുമ്പ് നീ പറഞ്ഞല്ലോ നിൻ്റെ സന്തോഷത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്തായാലും അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്നതല്ലേ. 4-5 ദിവസം നിന്നിട്ട് പോയാൽ മതി. ഞാൻ അരവിന്ദനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കൊച്ചിനെ അവൻ മനസമാധാനത്തിലൊന്ന് കെട്ടിച്ചയച്ചോട്ടെ. ഉപകാരം ചെയ്തില്ലെങ്കിലും നീയായിട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി. നിൻ്റെ മുതലൊന്നും എടുത്തിട്ടല്ലല്ലോ അവനൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ലെന്ന് കരുതിക്കൊള്ളണം. അതിന് അച്ഛനും അമ്മയും ഒന്നുമില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നടത്താൻ അരവിന്ദൻ മാത്രമേ ഉള്ളൂ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കരുണാകരൻ അകത്തേക്ക് പോയി. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം മറ്റാരെക്കാളും വലുതാണല്ലോ അയാൾ. അതേടി, അവൻ തന്നെയാ വലുത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കേണ്ട. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? ഒരാളെ ഇഷ്ടപ്പെട്ടു പോയെന്ന് അത്രയും വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ രാജ്യദ്രോഹ കുറ്റം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അനിതയുടെ ശബ്ദം ഉയർന്നു. ഇത്രയും ഒച്ച ഉയർത്തണോ നീ? ഒരാളെ സ്നേഹിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമല്ല. എന്നാൽ അവനോടൊപ്പം ഹോട്ടൽ മുറിയിൽ നിന്നും പിടിക്കപ്പെടുന്നത് കുറ്റം തന്നെയാണ്. അത് മറക്കണ്ട. ആ പോലീസുകാരൻ അച്ഛനെ പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ചെവി അറിയാതെ അത് ഒതുക്കി തീർത്തത്. പിന്നെ നിൻ്റെ കാമുകൻ എന്ന് പറയുന്നവൻ അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും ആവില്ല നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. പക്ഷെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. അതൊക്കെ മറച്ചു വെച്ച് ആ പാവപ്പെട്ട പയ്യൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിച്ചേർത്ത് വെച്ചത് അവൻ്റെയും കൂടി മനസമാധാനം കളയാനല്ല. അത്രയുമൊക്കെ അമ്മ വിളിച്ചു പറയുമെന്ന് അനിതയും കരുതിയില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ആരെയും ഓർമ്മിപ്പിക്കേണ്ട, ഇടവരുത്തണ്ട. അത് നിനക്കായിരിക്കും ദോഷം. അനി, ആ പറച്ചിൽ ഒരു താക്കീതുണ്ടായിരുന്നു. നിനക്കൊരു പെൺകുഞ്ഞിനെയാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. നിൻ്റെ ഈ സ്വഭാവം ആ കുഞ്ഞിനെ കൂടി പഠിപ്പിക്കരുത്, ദയവ് ചെയ്ത്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരുമില്ല. എന്നാൽ ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് ജീവിക്കും. എന്നാൽ ഇവിടെ ഒരെണ്ണത്തിൻ്റെ ബുദ്ധി മാത്രം എന്താണോ ഈശ്വര ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദേവകി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. മോള് പറഞ്ഞതൊക്കെ അച്ഛൻ വ്യക്തമായി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനെല്ലാം കേട്ടു. എനിക്ക് അരവിന്ദനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ആ ചെറുപ്പക്കാരന് ഒരു മനസ്സമാധാനവും നമ്മുടെ മോള് കൊടുക്കുന്നില്ലല്ലോ ദേവകി. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തത് ഓരോന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ 4-5 ദിവസം ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ അവളെ ഒരു അച്ഛനും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ആ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴും അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അരവിന്ദനുമായുള്ള വിവാഹാലോചന വന്നപ്പോൾ ഞാനത് നടത്തിയത്. ഒരുത്തനെ സ്നേഹിച്ച് എന്നതിലപ്പുറം അവൾ നശിച്ചിട്ടില്ല എന്ന് ഒരച്ഛൻ്റെ ഉറപ്പ്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു. നമ്മുടെ സ്വാർത്ഥത കാരണം ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചെന്ന് തോന്നൽ. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഒരു ചുമരിൻ്റെ അപ്പുറത്ത് അനിതയുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഉല്ലാസിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ് അവൻ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ ചെന്നത്. പക്ഷെ അപ്പോഴും തൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ അവനെ അനുവദിച്ചിരുന്നില്ല. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അന്നത്തെ ആ സംഭവത്തോടെ തന്നെ പൂർണ്ണമായും തടഞ്ഞു കളഞ്ഞ ഉല്ലാസിനെ മറന്ന് അച്ഛൻ പറഞ്ഞ ആളിൻ്റെ മുന്നിൽ താലിക്കായി തലകുനിച്ചു കൊടുത്തത്. വിവാഹം കഴിഞ്ഞത് മുതൽ അയാളെ മറക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അരവിന്ദേട്ടനെ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് തന്നെയാണ്. പക്ഷെ അവിടെ ഒരിക്കലും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ദേവുനെയായിരുന്നു.
താനും ചേട്ടനും മാത്രമുള്ള ഒരു ലോകം ആഗ്രഹിച്ചത് അത്രയും വലിയ തെറ്റായിപ്പോയോ? അനിതയുടെ ആലോചന കാട് കയറി. വേണ്ട, ഇനി അരവിന്ദേട്ടനെ വെറുതെ ഒന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തേണ്ട. ഈയൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ നശൂല് ഇറങ്ങി പോകുമല്ലോ. പിന്നെ ഞങ്ങൾ മാത്രമാവും ഞങ്ങളുടെ ലോകം. എന്തിനാ ഏട്ടാ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഏട്ടത്തിയുമായി വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഞാനിപ്പോൾ വഴക്കിനുള്ള സ്ഥിരം കാരണമായി മാറുകയാണ്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരം ദേവു അരവിന്ദനോട് പറഞ്ഞു. അരവിന്ദൻ മുഖമുയർത്തി അവളെ നോക്കി. അനിത എന്ത് പറഞ്ഞാലും ഒരു പരിഭവവും പരാതിയും ഇല്ലാതെ സങ്കടപ്പെട്ട് മാത്രം കാണുന്ന പെങ്ങൾ ഇപ്പോഴും അവൾ സങ്കടത്തോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. അരവിന്ദൻ മുഖമുയർത്തി അവളെ നോക്കി. അനിത എന്ത് പറഞ്ഞാലും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ സങ്കടപ്പെട്ട് മാത്രം കാണുന്ന പെങ്ങൾ ഇപ്പോഴും അവൾക്ക് സങ്കടത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. എങ്ങനെയാ മോളെ നിനക്ക് ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത്? അനിത എന്തെല്ലാം നിന്നെ പറഞ്ഞു, എന്നിട്ട് നിനക്ക് അവളോട് ഒരു പൊടി പോലും ഇഷ്ടക്കുറവില്ലേ? അരവിന്ദൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദേവു അവനെ നോക്കി. എൻ്റെ ഏട്ടൻ്റെ ജീവനായ ഏട്ടത്തിയോട് എനിക്കെങ്ങനെ ദേഷ്യം തോന്നും? നമ്മുടെ ചോരയല്ലേ ഏട്ടാ എങ്ങനെ മോള്? അവളോട് എങ്ങനെ എനിക്ക് വിരോധം തോന്നും? അതുകൊണ്ട് ഏട്ട ഒരു കാര്യത്തിലും വെറുതെ വഴക്കുണ്ടാക്കരുത്. നാളെ തന്നെ വീട്ടിൽ പോയി ഏട്ടത്തിയെയും മോളെയും കൂട്ടിക്കൊണ്ട് വരണം. അവിടുത്തെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് 4-5 ദിവസം അവിടെ നിന്നിട്ട് വരുമെന്ന്. അതിനു മുമ്പ് കിഷോറിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഒന്നും ആലോചിക്കാതെ എടുത്തുകാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 പേര് സംസാരിച്ചിരിക്കുമ്പോഴാണ് വീണ കയ്യിലൊരു പാത്രവുമായി അകത്തേക്ക് കയറി വന്നത്. കൂടെ വിജീഷും ഉണ്ടായിരുന്നു. ഇതെന്താടി കയ്യിൽ? വീണയുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ദേവ് ചോദിച്ചു. പത്തിരിയും ചിക്കൻ കറിയാടി വിജീഷേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ നിനക്കും കൂടി തരാമെന്ന് കരുതി. പണി കഴിഞ്ഞ് വന്നതേ ഉള്ളോടാ. ആഹാരം കഴിച്ചിട്ട് ഒന്നിരിക്കാൻ പോലും ഈ പെണ്ണെന്നെ സമ്മതിച്ചില്ല. വിജീഷ് പരാതി പോലെ പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ അടുത്തായിരുന്നു. മുമ്പ് എപ്പോഴോ വിജീഷിനോട് ചോദിച്ചിരുന്നു ദേവുവിനെ നിനക്ക് കെട്ടിത്തരട്ടെ എന്ന്. പെട്ടെന്നാണ് ചെറുക്കൻ്റെ സ്വഭാവം മാറിയത്. കോളറിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി കവിളടിച്ച് പൊട്ടിച്ചില്ല എന്നേ ഉള്ളൂ. എൻ്റെ പെങ്ങളാണ്. മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ നിൻ്റെ പണ്ടം ചവിട്ടി കലക്കും. പിന്നീട് ഒരിക്കലും അവനോട് ചോദിച്ചിട്ടില്ല. കാരണം വീണയും ദേവുവും അവനൊരുപോലെയാണ്. എവിടെയാടി ഇവിടുത്തെ കഥാപാത്രം? സാധാരണ ഉമ്മർത്ത് ആരുടെയെങ്കിലും ചെരുപ്പിൻ്റെ അനക്കം കേട്ട് കഴിഞ്ഞാൽ ഓടിയെത്തുന്നതാണല്ലോ. അകത്തേക്ക് എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ട് വീണ ചോദിച്ചു. ഇവിടെ ഇല്ല, ഏട്ടത്തി വീട്ടിൽ പോയി. എപ്പോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ എൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്നത് നിന്നോട് വിളിച്ചറിയിക്കണോ? അരവിന്ദൻ്റെ ചോദ്യം കേട്ടപ്പോൾ പെണ്ണ് മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. നിങ്ങളുടെ ഭാര്യ പോകുന്നതിന് എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പ് അല്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ്. എന്താടാ, എന്ത് പറ്റി? അനിത പിണങ്ങിപ്പോയതാണോ? അത് പിന്നെ പതിവുള്ള കാര്യമല്ലേ. പക്ഷേ ഇറങ്ങിപ്പോക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി അതും തുടങ്ങി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ദേവുവിൻ്റെ വിവാഹക്കാരെ സംസാരിച്ച് തുടങ്ങിയിരുന്നതാണ്. ഒടുവിൽ 1-2 പറഞ്ഞപ്പോൾ അടിയായി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതാ പോകുന്നു. എന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കുന്നത്? പോയി വിളിച്ചിട്ട് വരാത്ത എന്താ? അവളുടെ വീട്ടിലേക്കല്ലേ പോയത്. 4-5 ദിവസം നിന്നിട്ട് വരുമെന്ന് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങി. ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു സമാധാനവുമില്ല. ഇപ്പോൾ തന്നെ ഇവളുടെ വിവാഹം ഇത്രയും ധൃതി പിടിച്ച് നടത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. അതിനെങ്കിലും അല്പം സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ അവളെ നോക്കി വളർത്തിയത്. അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ നേരത്തെ തന്നെ അച്ഛനും അമ്മയും അവളുടെ പേരിലേക്ക് കരുതിയിട്ടുണ്ട്. അതുപോലും അവൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയതാണ് ഇത്തിരിയില്ലാത്ത കിങ്ങിണി മോളുടെ വിവാഹകാര്യം വരെ എത്തിയത്. അവളുടെ പറച്ചിൽ കേട്ടാൽ ഞാൻ അവളുടെ സ്വർണം എടുത്ത് ചെലവാക്കുന്നത് പോലെയാണ്. വഴക്ക് വേണ്ടെന്ന് കരുതി സമാധാനിക്കുമ്പോഴും സ്വസ്ഥത തരില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതിവിടെ ഇവളെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണ്ടേ? എൻ്റെ ദേവുവിനേക്കാൾ 2 വയസ്സ് മൂത്തതാണ് അവൾ. നീ എന്താ അവളുടെ വിവാഹകാര്യം ഒന്നും നോക്കാന്നില്ലേ? ആലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവൾക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ബഹളമാണ്. എന്നാൽ വല്ലതും പഠിക്കാൻ വിടാമെന്ന് വെച്ചാൽ അതിനുള്ള ബുദ്ധിയും ഇല്ല. അവൾക്ക് താല്പര്യമില്ല. ആരോടെങ്കിലും പ്രേമമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ അതൊട്ട് പറയുന്നതുമില്ല. അത് പറയുമ്പോൾ മാത്രം വീണയുടെ നെഞ്ചു പിടഞ്ഞു. ഏട്ടൻ ഇങ്ങോട്ട് വന്നേ. ഇവിടേക്ക് വരാൻ വിളിച്ചപ്പോൾ എന്തൊരു ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ഇരുന്ന് പറയുന്ന ഓരോന്ന് കേട്ടില്ലേ? നമ്മൾ പോയിട്ട് വേണം അവർക്കത് കഴിച്ചിട്ട് കിടക്കാൻ. പോരാത്തതിന് അമ്മ ഇപ്പോൾ വിളി തുടങ്ങും. വീണ വിജീഷിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. വിജീഷിനെയും വലിച്ചുകൊണ്ട് വീണ പോകുന്നത് നോക്കി അരവിന്ദൻ നിന്നു. ഇവൾക്ക് ആരോടെങ്കിലും പ്രേമമോ മറ്റോ ഉണ്ടോ മോളെ? എല്ലാ കാര്യങ്ങളും അവൾ നിന്നോട് തുറന്നു പറയുന്നതല്ലേ? അരവിന്ദൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ദേവു പകച്ചുപോയി. ഏയ്, അവൾക്കങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലേ? ദേവു പെട്ടെന്ന് കഴിച്ച പാത്രങ്ങളെ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ദേവു പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നി അരവിന്ദന്. തന്നോട് പറയുന്ന കാര്യമാണെങ്കിൽ പറയുമായിരുന്നു എന്നവൻ ആശ്വസിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കൂടി അരവിന്ദൻ വരാന്തയിലിരുന്നു.
റൂമിലേക്ക് കിടക്കാൻ പോയിട്ടും അരവിന്ദന് ഉറക്കം വന്നില്ല. കിങ്ങിണി മോൾ ഇല്ലാത്തത് കൊണ്ട്. ഏട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്ന, ഉറങ്ങുന്നില്ലേ? തൻ്റെ ജോലികളൊക്കെ തീർത്ത് റൂമിലേക്ക് പോകുന്നേരം ഉമ്മർത്തിരിക്കുന്ന അരവിന്ദനെ കണ്ട് ദേവ് ചോദിച്ചു. എന്തോ ഉറക്കം വരുന്നില്ല, മോളില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തെ കനത്ത ഇരുട്ടേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദൻ മറുപടി പറഞ്ഞു. ഏട്ടൻ ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ പോയി ഏട്ടത്തിയെ കൂട്ടി വരാമായിരുന്നില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞതാ. അതല്ല മോളെ, സദാസമയവും നിന്നെ അവൾ കുത്തി പറയുമ്പോൾ അതൊക്കെ കേട്ട് ഒരു വഴക്ക് വേണ്ടല്ലോ എന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇന്നെന്തോ കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഞാനും എന്തൊക്കെയോ പറഞ്ഞത്. എന്നെക്കുറിച്ച് ഓർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട. ഏട്ടത്തിക്ക് എന്നോട് മാത്രമേ പിണക്കവും പരാതിയുള്ളൂ. ഏട്ടനും മോളും ജീവനാ. നാളെ തന്നെ പോയി ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ട് വരണം. ഒരുപാട് ദിവസമൊന്നുമില്ലല്ലോ, ഇനി കുറച്ച് ദിവസം. അത് കഴിഞ്ഞ് എൻ്റെ ശല്യം മാറും. പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടായി ഞാൻ വരില്ല. പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് അരവിന്ദൻ തൻ്റെ അടുത്തിരുത്തി. എന്തൊക്കെയാ ദേവു നീ പറയുന്നത്? നീ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത്? നല്ലൊരു ആലോചന വന്നപ്പോൾ നടത്താമെന്ന് കരുതി എന്നല്ലാതെ നീ എനിക്കൊരു ബാധ്യതയല്ല മോളെ. അന്വേഷിച്ചപ്പോൾ കിഷോറിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായം. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇത്രത്തോളം ആയല്ലോ. എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. പിന്നെ രാവിലെ ഏട്ടൻ പോയി ഏട്ടത്തിയെ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇവിടെ ഒരുപാട് നേരം ഇരിക്കേണ്ട ഏട്ടാ, മഞ്ഞാണ്. അനിതയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അരവിന്ദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം വന്നില്ല. എന്നാലും എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. അത്രയേ ഉള്ളൂ. ഞാനും മോളും ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് അരവിന്ദൻ്റെ കോൾ. ഹലോ ഏട്ടാ. അനി, മോൾ ഉറങ്ങിയോടി? ഇത്രയും നേരം പിണക്കമായിരുന്നു അച്ഛനെ കാണാൻ. എന്തിനാടി നീ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കി ഇറങ്ങിപ്പോയത്? അതുകൊണ്ടല്ലേ മോക്കും കൂടി സങ്കടമായത്? അപ്പോൾ മോളുടെ സങ്കടം മാത്രമേ അരവിന്ദേട്ടൻ കാണുന്നുള്ളൂ? എൻ്റെ സങ്കടത്തിനും വിഷമത്തിനും ഒന്നും നിങ്ങൾ അറിയുന്നില്ലേ? എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് മോൾക്ക് വേണ്ടിയാണ് എന്നെ സഹിക്കുന്നതെന്ന്. എന്തൊക്കെയാണ് നീ ഈ പറഞ്ഞ് കാട് കയറി പോകുന്നത്? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നീ എപ്പോഴും പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയല്ല വിളിച്ചത്. അവിടെ നിൽക്കണമെങ്കിൽ 4-5 ദിവസം നിന്നിട്ട് വന്നാൽ മതി. അതെല്ലാം മോള് കരച്ചിലാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. അച്ഛനോട് പറഞ്ഞു കൊണ്ടാക്കാൻ പറയും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, ഓഫീസിൽ പോകണം. ഞാൻ എന്തായാലും അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം. നീ നാളെ ഇങ്ങോട്ട് പോരുന്നുണ്ടോ? അരവിന്ദേട്ടൻ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വന്നോളാം. പിന്നീട് ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെ അവൾ കോൾ കട്ട് ചെയ്തു. കണ്ടിട്ട് വലിയ കുടുംബക്കാരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്ത്രീധനമൊന്നും നീ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ആ പെങ്കൊച്ചിൻ്റെ പേരിൽ 7-8 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്നല്ലാതെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ആലോചന ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ലളിത കഴിക്കാനിരിക്കുന്ന സമയം കിഷോറിനോട് പറഞ്ഞു. അതെന്ത് വർത്തമാനമാണ് ലളിതയെ പറയുന്നേ? അവിടെ വെച്ച് നിങ്ങൾക്ക് സമ്മതമാണെന്ന് അല്ലേ ആ പയ്യനോടും ആ പെങ്കൊച്ചിനോടും പറഞ്ഞത്? എന്നിട്ടെന്താ ഇപ്പോൾ പെട്ടെന്നൊരു മനമാറ്റം? അമ്മാവൻ അയാളുടെ സംശയം അപ്പോൾ തന്നെ ചോദിച്ചു. ദേ അമ്മാവ, ഒരു ബന്ധം വേണമല്ലോ എന്ന് കരുതിയാണ് നിങ്ങളെ കൂടെ കൂട്ടിയത് എന്ന് പറഞ്ഞ് എല്ലായിടത്തും കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. കിഷോർ പറഞ്ഞു. എടാ, ഞാൻ നിന്നോടാണ് ചോദിച്ചത്. നിനക്ക് പൂർണ്ണ സമ്മതമാണോ? എൻ്റെ സ്വന്തം സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അമ്മ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്. അതുകൊണ്ട് ആ ചോദ്യം വേണ്ട. നിന്നോട് സമ്മതം ചോദിക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് നിനക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. എന്ത് പറഞ്ഞാലും അവസാനം ഇതിൽ വന്ന് നിന്നോളും, മനുഷ്യൻ്റെ മനസമാധാനം കളയാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്, എനിക്കൊരു അഭിപ്രായവും ഇല്ല. ദേഷ്യത്തി പറഞ്ഞുകൊണ്ട് കിഷോർ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. എന്തിനാണ് ലളിതയെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയത്? ആ ചെറുക്കൻ കണ്ടോ കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോയി. അവൻ സമ്മതമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ നീ ഓരോന്ന് കേട്ട് ചോദിക്കുന്നേ? കണ്ടിട്ട് വലിയ കുഴപ്പമുള്ള കുടുംബക്കാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും നടത്താൻ നോക്ക്. ബാക്കി വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ രാവിലെ തന്നെ അരവിന്ദനെ വിളിച്ച് വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനിരിക്കുമ്പോൾ ലളിത മനസ്സിൽ തീരുമാനിച്ചു. തുടരും.